വീട്ടിലേക്ക് വരാലോ അല്ലേ? സാറിന്റെ ഡോഗിനെ കാണാൻ, കിച്ചിയെ കാണാൻ. ഓഫ് കോഴ്സ്. തനിക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാമല്ലോ. ആരം, സുജിക്ക് വേണ്ടി ഇനി നിനക്ക് പട്ടിയെ വളർത്തേണ്ടി വരുമോ? ഐ ഹേറ്റ് ഡോഗ്സ്. സാർ, സാർ ഇതെന്റെ കൈയാണ്. സാറിന്റെ ശ്രദ്ധ എവിടെയാ? ഓ, ഐ എം സോറി. ആക്ച്വലി എന്താന്നോ, എനിക്ക് എന്നെ ഇപ്പൊ ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്റെ ശ്രദ്ധ ഇപ്പൊ എവിടാന്ന്. പോകാമോ? യാ. കൃഷ്ണ, കൃഷ്ണ നീ എവിടെയാ? ഇവരാണെങ്കി ഇവിടെ വീട് മുഴുവൻ മെഴുകുതിരി കത്തിക്കുക. വേണ്ട ആന്റി, എന്റെ റൂമിൽ കത്തിക്കണ്ട. വേണ്ട, തീ വേണ്ട. എനിക്ക് തീ കണ്ട പേടിയാ. എന്റെ മുറിയിൽ കത്തിക്കല്ലേ. ഈ വാതിലാരടിച്ചിട്ടത്? ഗോകുലേ, ഇനി ചേച്ചി എങ്ങാനും ഞാൻ സുജി ചേച്ചിയുടെ കുടുക്കിൽ നിന്ന് കാശ് മോഷ്ടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരുപാട് അടി കിട്ടും. നീ അകത്തെങ്ങാനും ഉണ്ടോ? ഇല്ല, ഞാനില്ല. ചേച്ചി ഇവിടുന്ന് പോയി രക്ഷപ്പെട്ടു. ഇനി ഇവിടുന്ന് ഓടിക്കളയാം. ഇതിനെയാണ് പ്രണയം എന്ന് പറയുന്നത്. ആരോ മോനെ, എടാ എന്താ നീ ഒളിക്കുന്നേ? ഒന്നുമില്ല. കള്ളോ? അത് നിനക്കറിയാമോ? നീ എന്നോട് കള്ളം പറഞ്ഞിട്ട് ആ സുജിയോടൊപ്പമാണ് കറങ്ങാൻ പോയതെന്ന് അറിഞ്ഞപ്പോ എന്റെ ദൈവമേ, മനസ്സിന് എന്തൊരു സമാധാനായെന്നറിയോ? മോനെ, നിനക്കറിയാവോ, ഏതൊരു മകന് സ്വന്തം അമ്മയോട് കള്ളം പറഞ്ഞിട്ട് ഭാര്യയാകാൻ പോകുന്നവളെ കാണാൻ പോകുമ്പോഴേ എന്റെ ദൈവമേ, അതൊക്കെ എനിക്ക് എത്ര സന്തോഷാണെന്ന് അറിയോ? അമ്മ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്ട്രീം ആയിട്ട് എന്തിനാ എടുക്കുന്നേ?
സുജിയെ ഞാൻ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തേ ഉള്ളൂ. ആൻഡ് ഷീസ് ജസ്റ്റ് ഫൈൻ. എടാ മോനെ, എല്ലാം ആദ്യം ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തന്നെ തുടങ്ങുന്നേ. അമ്മേ, ഞാൻ അമ്മയോട് വീണ്ടും പറയാണ്, അമ്മ ചിന്തിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല. ഏയ് വിടടാ. അമ്മയോട് എന്തിനാടാ ഇങ്ങനെ വിളിക്കുന്നേ? അമ്മ അധികം ഏയ് അതെ, ഫ്രണ്ട് ആണെങ്കിൽ ശരി. മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞാൽ എന്താ മോനെ? അമ്മേ, അത് ഞങ്ങളുടെ ഓഫീസിലെ പ്രോട്ടോകോൾ ആണത്. പിന്നെ പിന്നെ എന്താന്ന് വെച്ചാ ഞാൻ ഈ പ്രോട്ടോകോളിന് വേണ്ടി സുജിയുടെ ഡ്രസ്സ് ചെക്ക് ചെയ്യായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാ അതിന്റെ കളർ കോമ്പിനേഷൻ. ഷീസ് ജസ്റ്റ് എ ഫ്രണ്ട് അമ്മ. ജസ്റ്റ് എ ഫ്രണ്ട്. അമ്മയോട് സംസാരിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഫ്രണ്ട് ആണെങ്കിലും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഐ മിസ് യു. അയ്യോ ദേ. അമ്മ. ആ. പ്രീതു, എന്തു പറ്റി നന്ദിത? പ്രീതു, എന്തു പറ്റി? രാഖി, അന്ന് തീ പിടിച്ചപ്പോ എന്റെ പ്രീതന് എന്ത് പൊള്ളലേറ്റിട്ടുണ്ടാവും. എന്റെ പിഞ്ചു കുഞ്ഞ് എത്ര പിടഞ്ഞിട്ടുണ്ടാവും. അവളുടെ കൈ, അവളുടെ കാല്, അവളുടെ മുഖം എല്ലാം കത്തിപ്പോയി. എല്ലാം കത്തിപ്പോയി രാഖി, എല്ലാം കത്തിപ്പോയി. നന്ദിത, നോക്ക്, നീ നടന്നതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്വയം ഒന്ന് നിയന്ത്രിക്കുക. രാഖി, നിനക്കറിയോ, ഞാൻ നോക്കി നിൽക്കുമ്പോഴാ എന്റെ കുഞ്ഞ് കത്തിക്കരിഞ്ഞത്. അവളെ രക്ഷിക്കാനായിട്ട് ഞാൻ എന്താ ചാടാത്തത്? ഞാനും ആ തീയിലോട്ട് എന്താ ചാടാത്ത? പ്ലീസ് പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കുക. നോക്ക്, കുറച്ച് വെള്ളം കുടിക്കുക. ഇതാ കുടിക്ക്. അവൾ എന്നെ അമ്മയമ്മയെന്ന് വിളിക്കുന്നത് തന്നെ നിർത്തി. എന്റെ കുഞ്ഞു പോയി. എന്റെ കുഞ്ഞിപ്പോ ഇല്ല. എന്റെ പ്രീതു. എന്റെ പ്രീതു, എന്റെ പ്രീതുവിന് എന്നെ ആവശ്യമുണ്ട്. എന്റെ പൊന്നുപോക്ക് എന്നെ ആവശ്യമുണ്ട്. അവളെന്നെ വിളിക്കുന്നു. ഇത്രയും നാൾക്ക് ശേഷം ഞാൻ അവളുടെ ശബ്ദം കേട്ടു. എന്റെ പ്രീതു, എന്റെ മോളെന്നെ വിളിച്ചു. അവക്ക് എന്റെ ആവശ്യമുണ്ട് രാഖി, അവക്ക് എന്റെ ആവശ്യമുണ്ട്. ഇറ്റ്സ് നോട്ട് പോസിബിൾ നന്ദിത. അതൊരു സ്വപ്നമായിരുന്നു. ഇറ്റ് വാസ് എ ഡ്രീം. അങ്ങനെയൊന്നും അല്ല രാഖി, അതൊരു സ്വപ്നമൊന്നും ആയിരുന്നില്ല. ഞാൻ വീണ്ടും ഇത്രയും നാൾക്ക് ശേഷം ഞാനത് അനുഭവിച്ചതാ. ഞാൻ അവളുടെ ശബ്ദം കേട്ടു. എന്റെ പൊന്നു മോള്, എന്റെ മോള്, അവക്ക് എന്റെ ആവശ്യമുണ്ട്. അവൾ എന്നെ വിളിക്കുന്നുണ്ട്. എന്റെ പൊന്നു മോളെ, എനിക്ക് പോയേ തീരും. ഡ്രൈവർ വണ്ടി തിരിക്കേ. ഡ്രൈവർ പ്ലീസ് വണ്ടി തിരിക്കൂ. എന്നെ എന്റെ പഴയ വീട്ടിലേക്ക് കൊണ്ടുപോകും. വണ്ടി തിരിക്കൂ ഡ്രൈവർ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇല്ല പ്ലീസ്, എനിക്ക് ഒരു പ്രാവശ്യം ആ വീട്ടിലേക്ക് പോകണം. ഡ്രൈവർ വണ്ടി തിരിക്കൂ. വണ്ടി തിരിക്കാൻ പ്ലീസ്. ഡ്രൈവർ പെട്ടെന്ന് പോകൂ വീട്ടിലേക്ക്. തീ തീ അമ്മാവാ, ശരത്തേട്ടാ, തീ. അയ്യോ, തീ. വെള്ളം വെള്ളം അയ്യോ എന്റെ ദൈവമേ, തീ പടർന്ന് പിടിക്കാറില്ല. എന്താ നീ അവിടെ ചെയ്യുന്നേ? പൊള്ളലേൽക്കും. പൊള്ളിയാലല്ലേ വേദന നിനക്കറിയാമോ? മാറവിടുന്ന്. അച്ഛൻ വേഗാട്ടെ. വേഗം വേഗം വെള്ളം ഒഴിക്ക്. വേഗം അണക്കടിക്ക്. പെട്ടെന്ന് അടയ്ക്ക്. വേഗം ഒഴിക്ക്. വേഗം. ചേട്ടാ, എന്തു ചേട്ടാ? അതെ, നിന്റെ മുറിയിൽ തീ പിടിച്ചു. പേടിക്കണ്ട, ഇപ്പൊ എല്ലാം ശരിയായി.
തീയോ? പ്രീതു! 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 എവിടെ പോയതാ? എവിടെയാ നീ? ഈ കുട്ടി ഇത് എവിടെ പോയതാ? പ്രീതു! എവിടെയാ നീ? പ്രീതു! 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 എഴുന്നേക്ക്. ഏയ്, പ്രീതു! പ്രീതു! എഴുന്നേക്ക് മോളെ. അമ്മ. പ്രീതി. എണീക്ക്, എണീക്ക്, എണീക്ക്. അമ്മ. മോളെ പ്രീതു. എന്റെ അമ്മയല്ല. മോളെ, എന്റെ അമ്മയല്ല. ഞാൻ അകത്ത് വന്ന് എന്റെ മോളുടെ മുറി ഒന്ന് കണ്ടോട്ടെ പ്ലീസ്. പിന്നെന്താ, ആ മുറി ഇപ്പൊ എന്റെ അനിയത്തിയുടേതാണ്. അവളെന്തിനാ അവിടെ താമസിക്കുന്നേ? മനസ്സിലായില്ല. അത് ഇവള് വെറുതെ പറഞ്ഞതാ. ആ, വരൂ, ലേറ്റ് ആകുന്നുണ്ട്. ഗുഡ് നൈറ്റ്, ബൈ. വാ. പ്രീതു! നിങ്ങൾ എന്റെ അമ്മയല്ല. എന്നെ വീട് ആക്കേണ്ട. എന്റെ അമ്മ അവിടെയാ. അവിടെ ഉണ്ട്. ജാക്കി പ്ലീസ്, ഒരു പ്രാവശ്യം ഞാൻ ആ വീടിനകത്തേക്കൊന്ന് പൊയ്ക്കോട്ടെ പ്ലീസ്. ഒരു പ്രാവശ്യം പ്രീതുന്റെ മുറി ഒന്ന് കാണാൻ അനുവദിക്കും വേണ്ട, പ്ലീസ്. വരാൻ. Please, എന്നെ തടയരുത് please ഒന്ന് രാഖി, നടക്ക്. പ്ലീസ്. രാഖി! ചേട്ടാ, ആരാ വന്നത്? അതോ ഈ വീടിന്റെ ഓണർ ഇല്ലേ, അവരാ വന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, അവര് വെറുതെ വന്നതാ. ഇപ്പൊ പോയതേ ഉള്ളൂ. പോയോ? നന്ദിത മാം! അമ്മ. വരൂ. വാ നന്ദിത, പ്ലീസ് ഒന്ന് വന്നേ. നന്ദിത മാം! നന്ദിത മാം! നന്ദിത മാം! നന്ദിത മാം! നിക്ക്, നന്ദിത മാം! I'm sorry, Preetu. I'm really sorry. ഇന്ന് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ കൃത്യസമയത്ത് വന്നേനെ. റിയലി സോറി. പ്രീതു, ഞാൻ ഇന്ന് മോളുടെ അമ്മയുടെ വണ്ടിക്ക് പുറകെ വളരെ വേഗത്തിൽ ഓടി. വളരെ ഒച്ചത്തിൽ വിളിച്ചു അമ്മയെ. പക്ഷെ അമ്മയെ നിർത്താൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കിയത്.
ഞാൻ ഇന്ന് മോളുടെ അമ്മയുടെ വണ്ടിക്ക് പുറകെ വളരെ വേഗത്തിൽ ഓടി. വളരെ ഒച്ചത്തിൽ വിളിച്ചു അമ്മയെ. പക്ഷെ അമ്മയെ നിർത്താൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കിയത്. പ്രീതു, എന്നെ തൊടരുത്. ഇനി എന്നെ തൊടേ ചെയ്യരുത്. നീ ആ സൈഡിൽ പോയി കിടന്നോ. ഞാൻ ഇവിടെ കിടന്നോളാം. ശരി പ്രീതു, രാവിലെ സംസാരിച്ചോളാം നിന്നോട്. മാപ്പ് കൊടുത്തേക്ക് സുജിക്ക്. എത്ര തവണ ക്ഷമ ചോദിച്ചു ആ പാവം. പ്രീതു, നിന്നെ നിന്റെ അമ്മയുമായി കൂട്ടിച്ചേർക്കാൻ വിധി പോലും വളരെ പ്രയത്നിച്ചു. മതി മതി മതി. എനിക്കറിയൂ കൃഷ്ണ, ഇന്ന് തീ കാരണം ഞാൻ അവിടെ ബോധം കെട്ട് വീണുപോയി. വായടിക്ക് പോലും എന്റെ അമ്മയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. എനിക്ക് വേണ്ട നിന്റെ ഒരു വിധി. ഒരിക്കലും വേണ്ട എനിക്ക്. എല്ലാരും ചീത്തയാ, എല്ലാരും ചീത്തയാ. ആർക്കും എന്നെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ആരും എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്താൻ സഹായിക്കുന്നില്ല. ആരുമില്ല. ഞാൻ മരിച്ചുപോയില്ലേ, അതുകൊണ്ട് എല്ലാം അവിടെ കഴിഞ്ഞു. എന്റെ കഥയും അവിടെ തീർന്നു. കൃഷ്ണ, നീ എന്തിനാ വരുന്നത്? എന്തിനാ എല്ലാ ദിവസവും എന്റെ അടുത്ത് ഇങ്ങനെ വരുന്നത്? ഇത് കാണാനാണ് വരുന്നത്? എല്ലാ ദിവസവും അമ്മ അടുത്തുണ്ടായിരുന്നിട്ടും എനിക്ക് എന്റെ അമ്മയെ കിട്ടാത്തത് കാണാനാണോ? കൃഷ്ണ, എനിക്കിനി ഇവിടെ നിക്കണ്ട. ഞാൻ ആകെ തളർന്നു. എനിക്കാണെങ്കിൽ ആ വായടിയോട് ഇനി സംസാരിക്കാൻ വേണ്ട. അവൾ എന്നോട് ഇപ്പൊ ഒരുപാട് കള്ളം പറയുന്നു. ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ അവക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല. ഇന്ന് അവൾ വീട്ടിൽ വേഗം വന്നിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആ മസിലും ബോസ് അല്ലേ. അതുകൊണ്ട് അവൾക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല. അങ്ങനെയൊന്നും പറയല്ലേ പ്രീതു. ഇന്ന് നീ നിന്റെ അമ്മയല്ലാതെ മറ്റെന്ത് ചോദിച്ചാലും അത് ഞാൻ നിനക്ക് നൽകും. ശരി, അമ്മയല്ലാതെ എനിക്ക് എന്തും തരുമല്ലോ. ഓക്കെ, എനിക്കിനി നീ ഒരു പവർ തരൂ. ഇന്നു മുതല് എന്നെ ഒരിക്കലും വായടിക്ക് കാണാനോ കേൾക്കാനോ പിന്നെ തൊടാനോ പറ്റരുത്. പറയൂ, തരുമോ എനിക്ക് പവർ? നീയല്ലേ പറഞ്ഞത് എനിക്ക് തരാന്ന്. പറയൂന്ന്, തരുമോ? ഒന്ന് ചിന്തിക്കൂ പ്രീതു. ഞാൻ ചിന്തിച്ചതാ. നീയല്ലേ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അമ്മയല്ലാതെ ബാക്കി എന്ത് ചോദിച്ചാലും എനിക്കത് തരുമെന്ന്. ഞാനിപ്പോ ചോദിച്ചു. ഇനി എനിക്ക് താ എന്റെ പവർ. വായടിക്കെന്നെ ഒരിക്കലും കാണാനോ ഒന്ന് തൊടാനോ കേൾക്കാനോ പറ്റരുത്. നമ്മുടെ കോട്ടയാണ് സത്യം കൃഷ്ണ. എന്നോട് പറ, തരാന്ന്. എനിക്ക് താപ്പാവാൻ. എന്നാ ഒന്നും മിണ്ടാത്ത? നീയല്ലേ പറഞ്ഞത് എന്നും തരാന്ന്. എനിക്ക് താ.
തഥാസ്തു. ഇപ്പൊ നീ എനിക്ക് തന്നെ പറഞ്ഞ് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാ.